മാത്സ് ടീച്ചറായിരുന്നു. 2002 റിട്ടയർ ചെയ്തു. ഇപ്പൊ 76 വയസ്സായി. അത് ശരി, ഇപ്പോഴാണ് നമ്മുടെ ക്ലാസ്സിലൂടെയാണ് തുടങ്ങിയത് അല്ലേ വരകളൊക്കെ? അതെ അതെ, അതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. യെസ്, അതുകൊണ്ടാണ് ഒരുപാട്. എല്ലാവർക്കും താല്പര്യം. ഫേസ്ബുക്കിലുള്ളവരൊക്കെ ചോദിക്കും, ഇത്രയും പ്രായമായപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കൊള്ളാട്ടോ എന്ന് പറയും. എനിക്ക് ത്രേസ്യ മാമിനെ കുറിച്ചൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സിബിഷൻ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് എന്നെ മീറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പതിയെ പതിയെ വന്ന് ബാഗിൽ നിന്ന് ഒരു ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഒരു DSLR ക്യാമറയാണ്. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരാളുടെ കയ്യിൽ അത്തരത്തിലൊരു ക്യാമറ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായി. നമുക്ക് അങ്ങനെ ഒന്നിനും ഒരു സമയമില്ല. എന്ത് പ്രണയം ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാവും. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. ആരോട് വേണമെങ്കിലും പ്രണയം ഉണ്ടാവും. ചിലപ്പോ നേച്ചറിനോടായിരിക്കും. നമ്മൾ ഒന്നിനും സമയമില്ല എന്ന് വിചാരിച്ചാൽ ഒന്നിനും ഉണ്ടാവില്ല, ഒന്നിനും സമയം കിട്ടില്ല. സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ഇത് വർക്ക് ചെയ്യാൻ തന്നെ അറിയില്ലായിരുന്നു, മൊബൈലിൽ വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇത്രയും പ്രായം അതിൻ്റെ ഇടയ്ക്ക് ഈ കമ്പ്യൂട്ടർ ഒന്നും പഠിക്കുന്നില്ലല്ലോ. പഠിക്കണമെന്നുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇപ്പൊ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർക്ക് ഭംഗിയായിട്ട് നല്ല രീതിയിൽ വരച്ചവർക്ക് പല ഇതും അച്ചീവ് ചെയ്യാൻ പറ്റും. നമസ്കാരം. നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആർട്ട് പഠിക്കുന്ന, ഡ്രോയിങ് പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത സക്സസ് ജേണിയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈം 2020 ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ഓൺലൈനിലൂടെ ആർട്ട് പഠിക്കാൻ പറ്റുമെന്ന്. അതിന് ആർക്കും ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ ഒരു വർഷം ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അവരുടെ റിസൾട്ടാണ് അവർക്ക് മറുപടി കൊടുത്തത്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചോദ്യത്തിൻ്റെ രീതി ഒന്ന് മാറി. പ്രായമായിട്ടുള്ളവർക്ക് ഓൺലൈനിലൂടെ ആർട്ട് പഠിക്കാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രായമായിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? അവർക്ക് വരയ്ക്കാനുള്ള ടൈം കിട്ടുമോ? ഓൺലൈനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഞാനും അതിന് മറുപടി ഒന്നും കൊടുക്കാൻ നിന്നില്ല. പക്ഷെ കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് പ്രായമായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ട് വീണ്ടും ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു. ഇപ്പോൾ പ്രായമായിട്ടുള്ള കുറേ പേര് 45-50 വയസ്സിനിടയിലുള്ളവരൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എൻക്വയറി ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമെന്ന്. ഞാൻ സിംപ്ലി ഒരു റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങളെക്കാളും 10ഉം 20ഉം വയസ്സ് കൂടുതലുള്ളവർ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അത്തരത്തിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ത്രേസ്യ മാം ഇവിടെ ഉണ്ട്. ത്രേസ്യ മാമിനെ ഞാൻ ഒരു ദിവസം നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സിബിഷൻ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി പരിചയമുള്ള ഒരാളും കൂടിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് മാം എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പറയാം. മാത്സ് ടീച്ചറായിരുന്നു. 2002 റിട്ടയർ ചെയ്തു. ഇപ്പൊ 76 വയസ്സായി. മാത്സും ആർട്ടും തമ്മിൽ എങ്ങനെയാ കണക്റ്റഡ് ആയത്? അത് കണക്റ്റഡ് ആയെന്ന് വെച്ചാൽ, എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഭയങ്കര ഒരു കാര്യമാണ് അവർ എൻ്റെ ക്ലാസ് ഒക്കെ. അപ്പൊ ഈ വരച്ചിട്ടില്ല, ഇതിനു മുമ്പ് അങ്ങനെ വരയോടൊന്നും ഒരു താല്പര്യം തോന്നിയിട്ടില്ല. ഒന്നാമത് നമ്മുടെ സമയമില്ല, ജോലിയും വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോ പിന്നെ അതിനൊന്നും സമയമില്ലല്ലോ. ഇപ്പൊ വെറുതെ ഇങ്ങനെ ഒരു ഫേസ്ബുക്കില് സാറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോ വെറുതെ ഒന്ന് തോന്നി, വെറുതെ ഇരിക്കുകയാണല്ലോ, എന്നാൽ കുറച്ച് സമയം അങ്ങനെയെങ്കിലും പോകുമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഇടയ്ക്കൊരു എഴുത്തുണ്ട്, കവിത എഴുതും, അത് പിന്നെ ആൽബം ആക്കും. അങ്ങനെ ഒരു ഇതും കൂടെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പറ്റുന്ന അത്രയും നമ്മുടെ സ്കില്ല് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ ലക്ഷ്യം. ഇപ്പൊ വരയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ഞാൻ വരച്ചു പോകുന്നുണ്ട്. അപ്പൊ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഞാൻ ചിലതൊക്കെ ഇടും. അപ്പൊ ഒത്തിരി പേര് എൻകറേജ് ചെയ്യും. അത് കാണുമ്പോഴും ഒരു സന്തോഷം. ഇത്രയും വയസ്സായിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു.
വലിയ കുഴപ്പമില്ല. ഹസ്ബൻഡ് ഒത്തിരി സപ്പോർട്ടീവ് ആണ്. എവിടെ ചെന്നാലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തരും. അതൊക്കെ കൊണ്ടാണ് കൂടുതലും ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത്. അന്ന് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു മാമിന്റെ ഹസ്ബൻഡിനെ, ഒരു ഓ. വല്ലാത്തൊരു പാവം മനുഷ്യന്. ഓക്കെ. അപ്പൊ ചെറുപ്പം മുതൽ വരയ്ക്കായിരുന്നോ? എന്ന് ഇല്ല, മുതലാ ഞാൻ സ്റ്റാർട്ട് ചെയ്ത്? അങ്ങനെ ഒന്നും വരച്ചിട്ടില്ല. ഉം. ഒരു ദിവസം ഏതോ ഒരു ഇതിൽ നോക്കി 1-2 ചിത്രം വരച്ചെന്നല്ലാതെ, അല്ലാതെ വേറെ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏത് പ്രായം മുതൽ വരച്ചു തുടങ്ങിയപ്പോ? അല്ല, വരച്ചു തുടങ്ങിയില്ല. എപ്പോഴോ ഒരു ദിവസം ഒരു ബുക്കില് അയ്യപ്പൻ സാറിന്റെ ഒരു ബുക്കില് ഈ മാതാവിന്റെ ഒക്കെ ഒരു ചിത്രം കണ്ടു. അപ്പൊ വെറുതെ ഒന്ന് വരച്ചു. അത് എവിടെയോ ഇരിപ്പഴോ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വരയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് ഇപ്പോഴാണ് തുടങ്ങിയത്. അത് ശരി, ഇപ്പോഴാണ് നമ്മുടെ ക്ലാസ്സിലൂടെയാണ് തുടങ്ങിയത് അല്ലേ വരകളൊക്കെ? അതെ, അതെ. അതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. യെസ്, അതുകൊണ്ടാണ് ഒരുപാട്. എല്ലാവർക്കും അത്ഭുതം. ഫേസ്ബുക്കിലുള്ളവരൊക്കെ ചോദിക്കും, ഇത്രയും പ്രായമായപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കൊള്ളാട്ടോ എന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ ഈ പ്രണയഗാനങ്ങളൊക്കെ എഴുതി ആൽബം ആക്കും. അപ്പൊ അവര് ചോദിക്കും, ഇപ്പോഴാണോ പ്രണയം പൂത്തല്ല? അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ ഓരോ സമയം തോന്നുന്നതൊക്കെ എഴുതുക, വരയ്ക്കുക, ഇത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുക, അത്രയാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ. നമുക്ക് അതിലേക്ക് വരാം. എനിക്ക് ത്രേസ്യ മാമിനെ കുറിച്ചൊരു ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡൻസിന്റെ എക്സിബിഷൻ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ സമയത്ത് തന്നെ മീറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരാള് പതിയെ പതിയെ വന്ന് ബാഗിൽ നിന്ന് ഒരു ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഒരു DSLR ക്യാമറയാണ്. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരാളുടെ കയ്യിൽ അത്തരത്തിലൊരു ക്യാമറ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത് യൂസ് ചെയ്യുമോ എന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അത് മാം ചിലപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അത് ഞാൻ നോക്കിയപ്പോൾ ക്യാമറ എടുത്ത് ഓണാക്കി എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഫോട്ടോസ് എല്ലാം എടുത്ത് അവരുടെ എല്ലാവരുടെ അടുത്ത് സംസാരിച്ച്, പിന്നെ മാമിൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ച് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പം അന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു പ്രായത്തിലും ട്രാവൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എങ്ങനെയാ വന്നത്? അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി. ട്രാവൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഈ ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ 4 കൊല്ലത്തിൽ ഒരിക്കൽ LTC കിട്ടും. അപ്പൊ അങ്ങനെയാണ് പോയി തുടങ്ങിയത്. അപ്പൊ അത് ഇന്ത്യയിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇന്ത്യയിൽ ഇപ്പം കാണാത്ത സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് പറയാം. പിന്നെ അതിനുശേഷമാണ് പുറത്തേക്ക് പോയി ഹോളി ലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, യൂറോപ്പ്, പിന്നെ ഇവിടെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതൊരു ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല. എത്രയോ പേര് പൈസ കൂട്ടി വെച്ചിട്ടും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. പലരും പറയും, ഒരാൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അപ്പം മറ്റേ ആൾക്ക് അത് മടിയായിരിക്കും. പിന്നെ ചിലർക്ക് പൈസ എത്ര ഉണ്ടെങ്കിലും അത് ചെലവാക്കാനുള്ള മടിയായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പലരും മടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇതിൽ തന്നെയാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഫോട്ടോഗ്രാഫ്സ് എടുക്കാറുണ്ടല്ലേ പോകുന്ന സമയത്ത് സ്ഥലത്തൊക്കെ? ഉണ്ട്. ഇന്നലെ എന്നെ ആർട്ട് പഠിപ്പിക്കുന്ന ഒരു മെന്റർ ഉണ്ട് എനിക്ക്. ഇന്നലെ മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, സച്ചിൻ ഇനി സ്വന്തമായിട്ട് റെഫറൻസ് പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം, ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യണം, ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഒരു മാസം ഒരു 15 പിക്ചറെങ്കിലും നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനകത്ത് കുറേ പിക്ചേഴ്സ് നമ്മുടെ കയ്യിൽ ഒരു കളക്ഷൻ കിട്ടും. നമുക്ക് നോക്കി വരയ്ക്കാനായിട്ട് ശരിക്കും അത് മാത്രം മതി. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനും ഇനി ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളൊക്കെയാണ് ഇൻസ്പിറേഷൻ. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വരച്ച ചിത്രങ്ങളെല്ലാം 1 by 1 ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് അസൈൻമെന്റ് പോലെ വരച്ചതല്ലേ ഈ 2 ചിത്രങ്ങൾ? ഇത് വരയ്ക്കുമ്പോ എന്തായിരുന്നു ഫീൽ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ചെറുതായിട്ട്
എന്നാലും എനിക്കൊരു വലിയ ആ ഷേപ്പ് ഒക്കെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അതായത് സ്റ്റുഡൻസിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ വരും. വരയ്ക്കുന്നതിലുപരി അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക, ഇപ്പോൾ ഈ ഒരു മരം ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് ഇത് എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ, ഇത് ഈ സമയത്തിന്റെ അകത്ത് വരച്ച് തീരുമോ, ഇതുപോലെ ഭംഗി ഉണ്ടാവുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം ചെയ്ത പോലെ എല്ലാ സംശയങ്ങളും മാറ്റി വെച്ച് ജസ്റ്റ് അങ്ങ് വരയ്ക്കുക. വരച്ചിട്ട് അതങ്ങ് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഒരുപാട് ക്ലാരിറ്റി കിട്ടും. നമുക്ക് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്നുള്ള ക്ലാരിറ്റി കിട്ടും. പിന്നെ നമ്മൾ മെത്തേഡ് ടെക്നിക്സ് എല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പതിയെ 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 ഇമ്പ്രൂവ് ആയിട്ട് വരും. ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ മാമിൻ്റെ ചിത്രങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഫേസ് വരയ്ക്കുന്ന സമയത്ത് ആദ്യമേ ചെറിയ സൈസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയി കുറേ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാം കറക്റ്റായി വരുന്നുണ്ടായിരുന്നു. ഫേസുകൾ വരയ്ക്കാനാണോ കൂടുതൽ ഇഷ്ടം? ആ അതെ അതെ. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഈ കാടും കടലും ഇങ്ങനെ ലാൻഡ്സ്കേപ്പും. ഞാൻ എന്റെ കവിതയിലും കൂടുതലും അതാണ് എന്റെ ഫോക്കസ്. കളർ പെൻസിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ? ഉണ്ട്. ആ ഇത് നന്നായിട്ടുണ്ട്. ഇത് പ്രപ്പോർഷൻ ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റാണ്. താങ്ക് യു. ഇത് നന്നായിട്ടുണ്ട്. ഈ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? 21-ാം തീയതി ജൂലൈ കഴിഞ്ഞിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് വരയ്ക്കുന്നത് കാണുന്നുണ്ട്. ഉണ്ടോ? ഇതൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. സമയം കൂടുതൽ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ഇപ്പൊ വരയ്ക്കാനായിട്ട്? ആ ഉണ്ട്. അതിന്റെ ഡിഫറൻസ് ആണ്. നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് എഴുത്തും കൂടെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ സമയം എല്ലാം കൊണ്ടുപോകണം, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം, അതല്ലേ? അതെ അതെ. പുതിയ ഈ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പുതുതായിട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്ന പുതിയ കോഴ്സ് കൊള്ളാം, അടിപൊളിയാണ്. അത് ഞാൻ എടുത്ത ഫോട്ടോ തന്നെ വരച്ചതാ. ഇതെടുത്ത ഫോട്ടോ ആണോ? ആ ഞാൻ എടുത്ത ഫോട്ടോ നോക്കി. നന്നായിട്ടുണ്ട്. ഇപ്പൊ മുൻപത്തെക്കാളും കുറെ കൂടി ബെറ്റർ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, കുറെ കൂടി കോൺഫിഡന്റ് ആയി. ഇതൊക്കെ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. ടോട്ടൽ ഷേപ്പുകൾ ഒരുവിധം കുഴപ്പമില്ലാതെ വരയ്ക്കുന്നുണ്ട്. ഇതും നല്ലൊരു ചിത്രമാണ്. ഇത് ഡ്രോയിങ് തന്നെ നോക്കി വരച്ചതല്ലേ? ഒരു ബുക്കിന്റെ അകത്ത് അല്ലേ? ഒരു ബുക്കിലുണ്ടായിരുന്നു, സ്കെച്ചിങ് ബുക്ക് ഈ വാങ്ങിച്ചായിരുന്നു 1-2 അതിലുണ്ടായിരുന്നതാണ്. നമുക്ക് ഇനി ഫോക്കസ് കൊടുക്കേണ്ട കാര്യം നമ്മുടെ പുതിയ കോഴ്സിലുള്ള ലൈൻ ഡ്രോയിങ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് നോക്കി വരച്ചോളൂ. ആൻഡ് ഇതേപോലത്തെ ഷെയ്ഡിങ്ങിലുള്ള ചിത്രങ്ങൾ അത് ബുക്കിൽ നിന്നും കിട്ടും, പിൻട്രസ്റ്റിൽ നിന്നും കിട്ടും. അതും കൂടുതലായിട്ട് നോക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്. വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, പെൻസില് ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 2 റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പൊ പെൻസിൽ ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ വരയ്ക്കും, ഒരു കണ്ണ് വരയ്ക്കാൻ കഴിയും. കണ്ണ് വരയ്ക്കുന്ന സമയത്ത് റഫായിട്ടാട്ടോ വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നതും രണ്ടാമത്തെ മെത്തേഡ്, പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതും. ഇതിലേതാ ഭംഗി? രണ്ടാമത് വരച്ചത്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് കൊടുത്തത്. ഒന്ന്, പെൻസിലിന്റെ ടിപ്പ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ടെൻഡൻസി വരും, നമുക്ക് ഇങ്ങനെ വീണ്ടും 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 വരയ്ക്കാനും, പിന്നെ കൂടുതൽ പേപ്പറിൽ കുഴി വീഴാനും, വരയ്ക്കുന്ന ലൈൻസ് ഡാർക്ക് ആയിട്ടുള്ള ടെൻഡൻസി വരും. ഇപ്പൊ നെക്സ്റ്റ് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും പെൻസിൽ ഷാർപ്പനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഇങ്ങനത്തെ കർവൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നിർത്തി 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 ഇങ്ങനെയും വരയ്ക്കാം, അതിന് പകരം സിംഗിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ, ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇത് വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും, നീളത്തിൽ തന്നെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ വരയ്ക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഒരു എക്സാമ്പിളും കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്ലവർ വരയ്ക്കാൻ മതി. ഫ്ലവർ വരയ്ക്കുന്ന സമയത്ത് ഒരു സർക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക, അതിൻ്റെ മുകളിലത്തെ പെറ്റൽ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക, താഴത്തെ പെറ്റൽ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക. പെൻസിൽ എപ്പോഴും ഷാർപ്പൻ്റ് ആയിരിക്കും.
കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക. ഇതാണ് ഈ ഒരു നീറ്റ്നെസ് ആണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റെഫറൻസ് പിക്ചേഴ്സ് നമ്മുടെ ലൈൻ ഡ്രോയിങ് കോഴ്സിൻ്റെ അകത്ത് റെഫറൻസ് പിക്ചേഴ്സ് എടുക്കാം, പിന്നെ പിൻട്രസ്റ്റിനുള്ള റെഫറൻസ് പിക്ചേഴ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഷെയ്ഡിങ്ങിൽ ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. ലാസ്റ്റ് ആ ഹൗസിൻ്റെ ഒക്കെ ഷെയ്ഡ് ചെയ്ത് നല്ലതാ. എന്നിട്ട് സെയിം പോലെ തന്നെ ഷെയ്ഡിങ് ചെയ്യുമ്പോഴും പെൻസിൽ ഷാർപ്പൻഡ് ആയിട്ട് യൂസ് ചെയ്യണം. ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് കുറേ കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഷെയ്ഡിങ് ചെയ്യുന്നുണ്ടോ. ഇതിൽ ഞാൻ പ്രഷർ കൊടുക്കുന്നില്ല, അമർത്തുന്നില്ല. പതിയെ 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 ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാനും പറ്റും. നേരെ മറിച്ച് ഇങ്ങനത്തെ പെൻസിലാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ കണ്ടോ വേറൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ലൈൻസ് ഒക്കെ സെപ്പറേറ്റ്, ഈ എൻഡൊക്കെ കണ്ടോ, ലൈൻസ് ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനെ എൻഡിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കും. അപ്പോൾ ഒരു ഫീൽ കിട്ടില്ല എത്ര ഷെയ്ഡ് ചെയ്താലും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പെൻസിൽ ബ്രാൻഡ് കുഴപ്പമില്ല, ഒന്ന് ഷാർപ്പൻ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. ഞാൻ അതിൽ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ പെൻസിൽ ഇതൊക്കെ പെൻസിൽ ഷാർപ്പൻഡ് അല്ല. പിന്നെ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ട് കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഷെയ്ഡ് ചെയ്യുന്നതാണ് നല്ല മെത്തേഡ്. എനിക്ക് ചിലപ്പോ തോന്നാറുണ്ടോ ശരിയാണല്ലോ അങ്ങനെ. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ രണ്ട് സൈഡും നമുക്ക് പിടിക്കാം. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ സ്റ്റൈലാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. പക്ഷേ നമ്മുടെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ പോലെ വരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ആദ്യം ഇട്ടിട്ട് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇട്ട് മൂക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കി, ലിപ്പ് വരച്ച് കംപ്ലീറ്റ് ആക്കി അടുത്ത സ്റ്റേജിലാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഷെയ്ഡിങ് ഈ പറഞ്ഞ പോലെ തന്നെ ലെയർ ബൈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇതേപോലത്തെ ചിത്രങ്ങൾ കൂടുതൽ വരച്ചോളൂ. പെന്നുകൊണ്ട് വരയ്ക്കുമ്പോഴാണെങ്കിലും ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ വരച്ച് ഇവിടെ വെച്ചൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വരയ്ക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് നോക്കിക്കോളും. അപ്പം അതിൻ്റെ നീറ്റ്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും, കുറെ കൂടി ഭംഗിയുണ്ടാവും. നമ്മൾ കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെന്റ് വരും. ഓൾറെഡി ഇപ്പോൾ വരയ്ക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, വരയ്ക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെന്റ് വരും. ഇതല്ല കണ്ടോ, ഇവിടെ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ട്, കുറച്ചും കൂടി നീറ്റായി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ വരച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. പക്ഷെ അത് ആ വീഡിയോ നോക്കി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇൻട്രസ്റ്റിൽ ഡ്രോയിങ് എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്ന ചിത്രങ്ങളിൽ മാം നോക്കി വരയ്ക്കേണ്ട ചിത്രങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചിത്രങ്ങൾ കൂടുതൽ നോക്കി വരച്ചോളൂ. ഔട്ട്ലൈൻ കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ കണ്ടോ. ഇങ്ങനത്തെ നോക്കി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഔട്ട്ലൈനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തോന്നും. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിൽ എവിടെയാണ് ഔട്ട്ലൈൻ, എവിടെയാണ് ഷെയ്ഡ് എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പം അത് അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇപ്പം നിൽക്കുന്ന സ്റ്റേജിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് ഇതേപോലുള്ള ചിത്രങ്ങൾ, ഔട്ട്ലൈൻ വിസിബിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ നോക്കി വരയ്ക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കുറെ കൂടി. ഇതൊക്കെ നല്ലൊരു എക്സാമ്പിളാണ്. ഇത് കണ്ടോ, നല്ല നീറ്റ് ഔട്ട്ലൈനാ, സിമ്പിൾ ഷെയ്ഡും മാത്രമേ ഉള്ളൂ. പിന്നെ ഫോട്ടോ നോക്കി വരയ്ക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ആക്കി വരയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. ഞാൻ ഭൂരിഭാഗവും ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ചാർക്കോൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കളറെല്ലാം നോക്കി വരയ്ക്കാറുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് നോക്കി വരയ്ക്കുന്നത്. കാരണം കളറാവുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഏത് ഷെയ്ഡ് ഏത് ടോണിൽ കൊടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. നേരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. പിൻട്രസ്റ്റിന്റെ അടുത്താണ് വരയ്ക്കുന്നത്, വേറെ ഒന്നും അറിയില്ല. പിൻട്രസ്റ്റിന്റെ എടുത്താൽ മതി, പിൻട്രസ്റ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാണുന്നുണ്ടോ, ഈ ഒരു ചിത്രം കാണുന്നുണ്ടോ? കാണുന്നുണ്ടായിരിക്കില്ലല്ലോ. അതെ അതെ, ഇത് ഇങ്ങനെ നോക്കി എൻ്റെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റും. എളുപ്പമാണ് കണ്ടോ. കാരണം ഇവിടെ ബ്ലൂ കളറൊക്കെ വരുന്നത്. അപ്പോൾ ബ്ലൂ കളറിന്റെ അവിടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഏത് ഷെയ്ഡ് ചെയ്യണം നമുക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. അതിന് വരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ നമ്മൾ ഒരു ലെവല് കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രൊഫഷണൽ ആവുന്ന സമയത്ത് ഇങ്ങനെ നോക്കി വരയ്ക്കാം. അങ്ങനെ നോക്കി വരയ്ക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. എളുപ്പമാക്കാനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കി വരയ്ക്കാൻ പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത് എങ്ങനെയാ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനായിട്ട് നമ്മുടെ മൊബൈലിന്റെ അകത്ത് തന്നെ എഡിറ്ററിൽ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ദിവസം ക്ലാസ്സിൽ ഞാൻ അത് കാണിച്ചു തരാം. എഡിറ്റിങ്ങിന്റെ ഒരു ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് വീക്ക്ലി മീറ്റിംഗിൽ വെക്കാം. നമുക്ക് മൊബൈൽ ആപ്പുകൾ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് മാത്രമല്ല പല പല എഫക്റ്റുകൾ ചെയ്യാനൊക്കെ മൊബൈൽ ആപ്പുകളുണ്ട്. ഞാനത് എന്തായാലും ചെയ്യാം ഒരു ക്ലാസ്സിൽ. ഇപ്പം എന്തായാലും ഇപ്പം ഇൻട്രസ്റ്റ് കൂടുതൽ യൂസ് ചെയ്തോ.
പിന്നെ നമ്മുടെ ലൈൻ ഡ്രോയിങ്ങിൻ്റെ കൂടുതൽ യൂസ് ചെയ്തോ. ടൂൾ അപ്ഗ്രേഡ് ചെയ്യണ്ട. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെൻസിലും ഇപ്പോൾ പേപ്പർ ഏതാ യൂസ് ചെയ്യുന്നത്? പേപ്പർ ഈ ഒരു സ്കെച്ച് ബുക്കാണ്. ഡോംസിൻ്റെ കുഴപ്പമില്ല, നല്ല ബുക്കാണ്, അത് യൂസ് ചെയ്താൽ മതി, ഇഷ്യൂ ഒന്നുമില്ല. ഇങ്ങനെ ഒരു പെയിന്റിങ് ഇതിനകത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം വാട്ടർ കളർ പെൻസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് കിട്ടിയായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വരച്ച മറ്റേ ഗ്രീൻ വെച്ചിട്ടുള്ള വരച്ചല്ലേ വാട്ടർ കളർ മരങ്ങൾ. പെൻസ്. ഇത് ഉപയോഗിച്ചാണ്. മറ്റേ കളർ പെൻസിലിന് ഇത്രയും കളർ കിട്ടുന്നില്ലല്ലോ. നമുക്കൊരു ഫെയ്ഡ് ആയിട്ട് തോന്നും ആ പിക്ചറൊക്കെ. അപ്പൊ ഇത് കിട്ടിയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. ബ്രഷ് ഉപയോഗിക്കണ്ടല്ലോ. അതിനകത്ത് ബ്രഷ് ഉപയോഗിക്കാനുള്ള കളറും ഉണ്ട്, കളർ പെൻസിലും ഉണ്ട് കുറെ. ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ ഒരു കവറായിട്ട് കിട്ടിയതാ. എല്ലാ മീഡിയം ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ. ഒരെണ്ണത്തിൽ മാത്രം ഫിക്സ് ചെയ്യാതെ. ഇപ്പൊ ചിലർക്ക് ഡ്രോയിങ് പഠിച്ചു കഴിയുന്ന സമയത്ത് ചിലർ പെയിന്റിങ്ങിലോട്ട് മാറും. അപ്പൊ പെയിന്റിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കൂടുതൽ പ്രായമായിട്ടുള്ളവരൊക്കെ കൂടുതലും പെയിന്റിങ് ആണ് ചെയ്യുന്നത്, കാരണം എളുപ്പമാണ്. അത് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബേസിക് കവർ ചെയ്ത് പോകണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഹോട്ടലിൽ പോകുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇഷ്ടമുള്ളതെല്ലാം ട്രൈ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വരയ്ക്കുന്ന ചിത്രങ്ങളിലോ യൂസ് ചെയ്യുന്ന ടൂൾസിലോ? ഈ ലൂമിസ് മെത്തേഡ് ഒക്കെ ഉപയോഗിക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. അതായത് ഫേസ് വരയ്ക്കാനായിട്ട് ശരിക്കും ഒരാളുടെ ഫേസ്, ഇപ്പം എൻ്റെ ഫേസ് ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, വരയ്ക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ സെയിം ഫോട്ടോ വെച്ചിട്ട് കുറേ തവണ കുറേ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് വരയ്ക്കാൻ പറ്റും. ഒരു തിയറിയും പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഫേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരാളുടെ അനാട്ടമി ഏത് ചിത്രം തന്നാലും പ്രാക്ടീസ് കൊണ്ട് മാത്രം അത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പക്ഷെ എന്തിനാണ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അപ്പോൾ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരാനാണ് ആദ്യകാലം മുതലുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഷോർട്ട് കട്ട് എന്നല്ല വിളിക്കുന്നത്, മെത്തേഡുകൾ കണ്ടുപിടിക്കുന്നത്. ഒരാളുടെ തല എങ്ങനെ വരയ്ക്കണം, അല്ലെങ്കിൽ ഒരാളുടെ ബോഡി എങ്ങനെ. അപ്പോൾ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. ഒരാളുടെ ഫുൾ ബോഡിയുടെ സൈസ് തലയുടെ സൈസിനെ അപേക്ഷിച്ച് 7 ഇരട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡിഫറെൻറ്റ് റൂൾസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തത്, നമ്മുടെ ഡ്രോയിങ്ങിനെ ഈസി ആക്കാനായിട്ട് ഡെവലപ്പ് ചെയ്ത കുറേ മെത്തേഡ് കാണും. അതിലൊരു മെത്തേഡ് മാത്രമാണ് ലൂമിസ് മെത്തേഡ്. ആൻഡ്രൂ ലൂമിസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത തലകൾ വരയ്ക്കാനായിട്ട്, ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നൊക്കെ തലകൾ വരയ്ക്കാനായിട്ട് ഒരു മെത്തേഡ് മാത്രമാണ്. ഇതേപോലെ ആയിരക്കണക്കിന് മെത്തേഡ് വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാ മെത്തേഡും ഇപ്പോൾ എനിക്ക് ലൂമിസ് മെത്തേഡ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ 2-3 തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിച്ചിട്ടല്ല ഞാൻ പോർട്രേറ്റ് വരയ്ക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലൂമിസ് മെത്തേഡ് പോലെ തന്നെ കുറേ മെത്തേഡ് ഉണ്ട്. അതെല്ലാം നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് വരയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകളുടെ ഒരു കളക്ഷനാണ് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് യോജിച്ച ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാം കൂടി ചെയ്യണമെന്നില്ല. ലൂമിസ് മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങ് ഒഴിവാക്കിക്കോ. പക്ഷെ അതിൽ ഞാനത് വരച്ചു കഴിയുമ്പോൾ പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലൂമിസ് മെത്തേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് തലയുടെ ടോട്ടൽ ഷേപ്പ് കറക്റ്റ് ആക്കുക, പിന്നെ ഒരു ആംഗിളിലോട്ട് നോക്കുമല്ലോ, ആ ആംഗിൾ കറക്റ്റ് ആക്കിയിട്ട് കണ്ണുമൂക്ക് ലിപ്പിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ആളിന്റെ ഫേസ് കട്ട് മൊത്തത്തിൽ കറക്റ്റ് ആക്കുന്ന ഒരു ടെക്നിക്ക് അല്ല ലൂമിസ് മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? തലയുടെ ആംഗിൾ കറക്റ്റ് ആക്കുക, പ്രപ്പോർഷൻ കറക്റ്റ് ആക്കുക, പിന്നെ കണ്ണുമൂക്ക് ലിപ്പിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കുക. ഈ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈഡ് ലൈൻ ഒക്കെ നമ്മൾ വരയ്ക്കുന്നത്. ഈ പറയുന്ന മുഖച്ഛായ വരുത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കോഴ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ലൈനൊക്കെ വരച്ച് അതാണ് നമുക്ക് ആൾക്കാരുടെ മുഖച്ഛായ കറക്റ്റ് ആക്കുന്നത്. കാരണം മുഖച്ഛായ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് വെക്കുകയും അതിൻ്റെ സൈസും പ്രപ്പോർഷനും കറക്റ്റ് ആക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ മുഖച്ഛായ വരുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ നോക്കി വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ലിപ്പിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ പോരാ, 0.5 സെൻറ്റിമീറ്റർ ലിപ്പൊന്ന് നീങ്ങി കഴിഞ്ഞാൽ മുഖച്ഛായ മാറി. അപ്പം മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതിൽ വേണം ഒരാളുടെ മുഖച്ഛായ കിട്ടാനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഫേസ് ടോട്ടൽ വരയ്ക്കാനായിട്ട് ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. അത് നമ്മുടെ കോഴ്സിന്റെ അകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുക. അത് മാത്സിന്റെ ഒരു ഗുണം അവിടെ എനിക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ഇതായിട്ടാ വരയ്ക്കുന്നത്, അല്ലാതെ അളന്നൊന്നും ഞാൻ വരയ്ക്കാറില്ല.
ഫ്രീ ഹാൻഡ് അതുകൊണ്ട് ആയിട്ട് ചിലപ്പോ വരയ്ക്കുന്നതും നല്ല മെത്തേഡ്. നമ്മൾ സബ് കോൺഷ്യസ്ലി നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അളവെടുത്ത് വരയ്ക്കണം അല്ലെങ്കിൽ എല്ലാം മെത്തേഡ് വെച്ച് വരയ്ക്കണം എന്നൊന്നുമില്ല. എനിക്ക് അനാട്ടമി വരയ്ക്കാനായിട്ട് ആദ്യം കുറെ ചെറുപ്പത്തിലാട്ടോ, ഞാൻ ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് അനാട്ടമി വരയ്ക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ബുക്കൊക്കെ വായിച്ചിട്ട് കുറേ റൂളൊക്കെ ഞാൻ പഠിച്ചു. അതായത് ഇപ്പോൾ സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ വിരലിൻ്റെ നീളം എത്രയാണെങ്കിൽ കൈപ്പത്തിയുടെ നീളം എത്രയാണ്, കൈത്തണ്ടയുടെ അങ്ങനെ കുറേ റൂളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഈ റൂളൊക്കെ തലയിൽ ഇട്ടുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഡ്രോയിങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, ചുമ്മാ കുറേ അനാട്ടമിയുടെ പിക്ചേഴ്സ്, അന്ന് പത്രത്തിലൊക്കെ വാർത്തകൾ വരുമല്ലോ, അന്ന് പത്രത്തിൽ വരുന്ന ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴത്തെക്കാളും ബെറ്റർ ഫോട്ടോഗ്രാഫ് ആയിരുന്നു അന്നത്തെ. പണ്ടത്തെ അറിയാലോ, കുറെ കൂടെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഒക്കെ കിട്ടുമായിരുന്നു, നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് കിട്ടുമായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് ഞാൻ വരയ്ക്കും. പിന്നെ സിനിമ പോസ്റ്റേഴ്സിൽ നല്ല പോസുകൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാൻ പോയിട്ട് അവിടെ പോസ്റ്റേഴ്സ് വാങ്ങിക്കും അവരുടെ അടുത്തുനിന്ന്, അത് നോക്കി വരയ്ക്കും. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ അനാട്ടമി ഇമ്പ്രൂവ് ആയി. കാരണം അറിയാം, നമുക്ക് ഒരു കൈപ്പത്തി ഈ ഒരു നീളത്തിൽ വരച്ചു കഴിഞ്ഞാൽ ഏത് നീളത്തിൽ കൈ വരച്ചാലാണ് കാണുന്ന ഒരാൾക്ക് ഒരു കൈ പോലെ തോന്നുക എന്നുള്ളത് നമുക്ക് സബ് കോൺഷ്യസിൽ അറിയാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ അനാട്ടമി പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഞാൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഗോള് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് റിസൾട്ട് വരണം. ഏത് റിസൾട്ട് വരണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു മാം പോർട്രേറ്റ് വരയ്ക്കാമെന്ന് വിചാരിക്കും. മാമിൻ്റെ ഗോൾ എന്താ? മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഔട്ട്ലൈൻ നീറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും ഒരു ഗോള്. അല്ലെങ്കിൽ ചിലരുടെ ഗോള് ഷെയ്ഡിങ് ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതായിരിക്കും. ചിലരുടെ ഗോള് പ്രപ്പോർഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതായിരിക്കും. ചിലരുടെ ഗോള് ആ വരയ്ക്കുന്ന ആളുടെ ഫേസ് അതേപോലെ വരയ്ക്കണം എന്നുള്ളതായിരിക്കും. ചിലരുടെ ഗോള് അത് ഫോട്ടോ പോലെ തന്നെ ആക്കണം എന്നുള്ളതായിരിക്കും. ചിലരുടെ ഗോള് ഫോട്ടോനേക്കാളും ബെറ്റർ ആയിട്ട് ഹൈപ്പർ റിയലിസ്റ്റിക് ആക്കണം എന്നുള്ളതായിരിക്കും. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമ്മുടെ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല. അതായത് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫോട്ടോ മാമിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഒരു നൂറായിരം ചോദ്യങ്ങൾ വരും. എനിക്ക് കളർ ലൈറ്റ് ആക്കണോ, ഈ കളർ ഡാർക്ക് ആക്കണോ, ഔട്ട്ലൈൻ ലൈറ്റ് ആക്കണോ, ഔട്ട്ലൈൻ ഡാർക്ക് ആക്കണോ, കൂടുതൽ ഷെയ്ഡ് ചെയ്യണോ, കുറവ് ഷെയ്ഡ് ചെയ്യണോ, കളർ യൂസ് ചെയ്യണോ, പെയിന്റ്, കുറേ ഡൗട്ട് വരും. പക്ഷേ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 by 1 ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പോർട്രേറ്റ് വരയ്ക്കാനുള്ള ഇഷ്ടമുള്ള ഒരാളാണ് പോർട്രേറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം മാത്രം ചോദിക്കുക. എനിക്ക് ആദ്യം എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആദ്യം എന്തിലാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ പ്രപ്പോർഷൻ കറക്റ്റ് ആക്കും മുമ്പ് ചിലപ്പോൾ ഔട്ട്ലൈൻ്റെ നീറ്റ്നെസ് വേണം കറക്റ്റ് ആക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യാതെ ഔട്ട്ലൈൻ്റെ നീറ്റ്നെസ്സിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ഇടുന്ന ഒരാളാണെങ്കിൽ ഷെയ്ഡിങ്ങിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ആർട്ടിൽ ഫോക്കസ് ചെയ്യേണ്ട ഓരോ ഏരിയാസ് ഉണ്ട്. അതിൽ ഇപ്പോൾ മാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാം ഫോക്കസ് ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞ ലൈൻ ഡ്രോയിങ്ങുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, വരയ്ക്കുന്ന ഷേപ്പുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഔട്ട്ലൈൻ മൾട്ടിപ്പിൾ ലൈൻസ് വരയ്ക്കാതെ സിംഗിൾ ലൈൻസിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ മതി, ടെൻഷനൊന്നും വേണ്ട. ഇനി നമുക്ക് അടുത്ത ഹോൾ ഓഫ് ഫെയിം വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം കേട്ടോ. മാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അച്ചീവർ എന്ന് പറയുന്ന ഒരു റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഞാൻ റിവാർഡുകൾ കൊടുക്കുന്നുണ്ട്. വെറുതെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചു മാത്രമല്ല, ഓരോ ലെവലിൽ കഴിയുമ്പോഴും ആ ലെവൽ അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നത് മാത്രമല്ല, ഓരോ ലെവൽ കഴിയുമ്പോഴും റിവാർഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് സ്വന്തമാക്കിയിട്ടാണ് ത്രേസ്യ മാം നമ്മുടെ ഒപ്പം ഉള്ളത്. അതായത് ആർട്ടിലൂടെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം കുറേ ടാസ്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആക്കി ആർട്ടിലൂടെ ഒരു കോൺഫിഡൻസ് കിട്ടി, സ്വന്തം ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നുണ്ടായിരിക്കുക. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത റിവാർഡ് ഉണ്ട്. മാമിന് അറിയായിരിക്കും അടുത്ത റിവാർഡ് എന്താണെന്ന്. വീണ്ടും അടുത്ത റിവാർഡ് ഉണ്ട്. അപ്പോൾ ഓരോ റിവാർഡിൽ നിങ്ങൾ ഇതുപോലെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളായിരിക്കും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു സ്റ്റേജിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. അടുത്ത സ്റ്റേജിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടോ, ഈ റൂളായിരിക്കില്ല നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലാരിറ്റി വന്നല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഇപ്പൊ നമുക്ക് എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത് അത് മാത്രം ചോദിക്കുക, അതിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഈ പ്രിന്റ് എടുത്തിട്ട് അങ്ങനെ എടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. പ്രിന്റ് എടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ലേസർ പ്രിന്റ് എടുക്കുക. ലേസർ പ്രിന്റ് എന്ന് പറയും. A4 അല്ലെങ്കിൽ A3 സൈസിൽ, കൂടുതലും A3 സൈസിലായിരിക്കും ചെയ്യുന്നുണ്ട്. A3 സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A4 പേപ്പറിന്റെ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ A4 പേപ്പറാണ്. A4 പേപ്പറിന്റെ സൈസ് ഏകദേശം അറിയാലോ. ഇതാണ് A4 പേപ്പറിന്റെ സൈസ് വരുന്നത്. ലേസർ പ്രിന്റ് എടുക്കുന്നത് നോർമലി എല്ലാ സ്ഥലത്തും A3 സൈസിൽ, അതായത് ഇത്രയും സൈസ് വരും, ഡബിൾ സൈസ് വരും. അപ്പൊ ശരിക്കും ഒരു A3 പേപ്പറിൽ 2 ചിത്രങ്ങൾ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. അത് പ്രിന്റ് എടുക്കുന്ന ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രിന്റ് എടുത്ത് തരും.
ഓരോ തവണ വരയ്ക്കുമ്പോഴും ഓരോ പ്രിന്റ് എടുക്കണം എന്നില്ല. നമ്മുടെ കയ്യിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങളുടെ ഒരു കളക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. കളക്ഷൻ ആദ്യം ആ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 പേപ്പറിൽ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ 8 ചിത്രങ്ങൾ നമുക്ക് കിട്ടും A4 സൈസിലുള്ള. ആ മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൻ ആ ഡ്രൈവിൽ അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയച്ചു കൊടുക്കും. 8 ചിത്രങ്ങൾ അവർക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ മതി, എനിക്കത് 4 പേപ്പറിൽ ലേസർ പ്രിന്റ്, അതാണ് അതിൻ്റെ പേര്, ലേസർ പ്രിന്റ് എടുത്ത് തരണം എന്ന് പറഞ്ഞാൽ മതി. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറയും. എനിക്ക് തോന്നുന്നു 30 രൂപ സംതിങ് ഒക്കെയാണ് ഒരു പേപ്പറിന് റേറ്റ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കി വരയ്ക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ പ്രായമായിട്ടുള്ളവർക്ക് കൂടുതൽ ഫോണിൽ നോക്കി, എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞത് കണ്ണിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു കൂടുതൽ ഫോണിൽ നോക്കിയിട്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്തിട്ട് നോക്കി വരയ്ക്കുന്നത്. പക്ഷേ പ്രിന്റ് ബൾക്കായിട്ട് എടുക്കുക, ഓരോ സമയത്ത് വരയ്ക്കുമ്പോഴും പോയി എടുക്കണ്ട. അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലൊക്കെ ഒന്ന് സൂക്ഷിച്ച്, അല്ലെങ്കിൽ മെയിലിലൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുക. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രിന്റ് ഷോപ്പൊക്കെ കാണുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പ്രിന്റ് എടുത്താൽ മതി. നമുക്ക് 1 മാസം 2 മാസം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുമിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. കൂടാതെ മൊബൈലിൽ നോക്കിയിട്ട് കണ്ണ് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കണ്ണട വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. കുറേ വീക്കിലി മീറ്റിങ്ങും കുറേ നേരം കമ്പ്യൂട്ടർ, എനിക്ക് കണ്ണിന് ഇഷ്യൂ ഒന്നുമില്ല, പക്ഷെ കുറേ നേരം കമ്പ്യൂട്ടർ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉള്ള കാരണം ബ്ലൂ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിന്റ് എടുക്കുന്നതും അങ്ങനെ പ്രിന്റ് എടുത്ത് വരയ്ക്കാം, ഇഷ്യൂ ഒന്നുമില്ല. പ്രിന്റ് എടുത്ത് വരയ്ക്കുന്നത് നല്ലതാണ്. ഈ കളർ പെൻസിൽ ഉപയോഗിക്കുമ്പം ഇങ്ങനെ കൂടുതൽ ഡാർക്ക് ഡീപ്പ് കളറൊക്കെ വരുമല്ലോ. ഇപ്പൊ ആകാശത്തിന്റെ നല്ല ബ്ലൂ കളറൊക്കെ, അത് കൂടുതൽ ഇതായിട്ട് വരയ്ക്കണം, കുത്തിപ്പിടിച്ച് വരച്ചാലാണ് കിട്ടുള്ളായിരിക്കും അല്ലേ? ബേണിഷിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് നമ്മുടെ കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലെയർ ബൈ ലെയർ ആയിട്ട് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർ കിട്ടും. അത് ഒരു ലെയർ ചെയ്തുകൊണ്ട് മാത്രം കളർ പെൻസിലിന്റെ ഉദ്ദേശിച്ച കളർ പേപ്പറിലേക്ക് വരണം എന്നില്ല. 2-3 ലെയർ ആ ബേണിഷിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വാട്ടർ കളർ പെൻസ് കിട്ടിയത് കൊണ്ട് ഇനി കളർ പെൻസിൽ ഉപയോഗിക്കാനായിട്ട് ഒരു മടിയാവും. കുഴപ്പമില്ല. അതിന് നല്ല കളർ കിട്ടുമല്ലോ. ഈ വാട്ടർ കളർ പെൻസ് കൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല ഡീപ്പ് കളർ കിട്ടുമല്ലോ. പിന്നെ ഇനി കളർ പെൻസിൽ ഉപയോഗിക്കാനായിട്ട് തോന്നൂല. കുഴപ്പമില്ല, കുറച്ച് നാള് വാട്ടർ കളർ പെന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട്, ഇഷ്യൂ ഒന്നുമില്ല. മാം, ഇപ്പോൾ മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാമിന് എന്താണ് പറയാനുള്ളത്? അവരുടെ ആർട്ട് വർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മാമിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നിട്ട് ഈ ഒരു ലെവലിൽ അച്ചീവ്മെൻറ്റ് നേടിയെടുത്ത് ഇവിടെ വന്നിരിക്കാനായിട്ട് എന്തൊക്കെ ആക്ഷനാണ് എടുത്തത്? ഇപ്പോൾ എല്ലാവർക്കും ടൈം ഒരുപോലെ തന്നെയാണ്, എല്ലാവരും ബിസി ആയിട്ടുള്ളവരാണ്, ഒരുപാട് കാര്യങ്ങൾ, ഫാമിലി ലൈഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഇഷ്ടമാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് നമ്മുടെ കോഴ്സുകൾ കാണാനും വീക്കിലി മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ഒക്കെ ടൈം കണ്ടെത്തി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് എത്തിയതെന്ന് മറ്റുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാവോ? പറയാം. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം. അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ തന്നെ. പിന്നെ തന്നെയെല്ലാം സാറിന്റെ എല്ലാ ടോക്സ് അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഓരോന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ടൊരു വരയ്ക്കണമെന്ന് തോന്നാറുണ്ട്. അപ്പൊ പിന്നെ വരച്ച് തുടങ്ങണം അപ്പൊ തന്നെ. പിന്നെ അത് മടി വിചാരിച്ചിട്ട് കാര്യമില്ല, വീണ്ടും അത് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത്. മറ്റുള്ളവർക്ക് ഇപ്പൊ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർക്ക് ഭംഗിയായിട്ട് നല്ല രീതിയിൽ വരച്ച് അവർക്ക് പല ഇതും അച്ചീവ് ചെയ്യാൻ പറ്റും. കൂടുതലും പ്രാക്ടീസ് ചെയ്യുക, പിന്നെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതൊക്കെ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഗ്രൂപ്പിന്റെ അകത്ത് സപ്പോർട്ട് എങ്ങനെയുണ്ട്? എന്തോ ഗ്രൂപ്പിന്റെ, നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് സപ്പോർട്ട് എങ്ങനെയുണ്ട്? അവര് അത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒത്തിരി പേര് ഒത്തിരി തരത്തിലൊക്കെ ഇങ്ങനെ കമന്റ് ഇടാറുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഒന്നും കമന്റ് ഇടാറില്ല. ഒന്നെങ്കിൽ അതിനകത്തുള്ള ഇത് മാത്രം ഇടാറുള്ളൂ. ഒത്തിരി പേരുണ്ട് കേട്ടോ, നല്ല രീതിയിൽ കമന്റ് ഇടുന്നവർ ഒത്തിരി പേരുണ്ട്. അതുപോലെ എൻ്റെ ഇതിൽ ചിലരൊക്കെ നല്ല കമന്റ്സ് ഒക്കെ ഇടാറുണ്ട്. അതൊരു ഘടകമാണ്. ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അവരുടെ കമന്റ് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അപ്പൊ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മുടെ ഒരു കടമയാണ്. അവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട, അവരുടെ ടാലന്റും സ്കില്ലും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ സഹായിക്കും. ഈ ഫേസ്ബുക്കിലെ കമന്റ്സും അതുപോലെ മീറ്റിങ്ങുകളും അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒത്തിരി നല്ലത് തന്നെയാണ്. പക്ഷെ ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ്.
അതെ അതെ. പലരും ഇത് വന്ന് മീറ്റിംഗ് ആ സമയത്തൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തത് കേൾക്കുന്നതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഫേസ്ബുക്കിലിട്ട് മറ്റുള്ളവരുടെ കമന്റ്സ് കേട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ നല്ല രീതിയിൽ എത്താൻ പറ്റും. ഞാനൊക്കെ എന്ത് ചെയ്തിട്ടാ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ചെയ്യാറില്ല. കഴിഞ്ഞ ഇതുപോലെ കഴിഞ്ഞ റിവാർഡ് സെഷനിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഞാൻ റിവാർഡിലോട്ട് വന്നതിന് വേണ്ടി ഞാൻ എടുത്ത എഫേർട്ട് ഭയങ്കര ചെറുതാണ്, പക്ഷെ അത്രയും എഫേർട്ട് എടുത്തിട്ട് പോലും ഞാൻ ഇവിടെ എത്തി. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, സാറേ ഞാൻ ശരിക്കും ഫുൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഡ്രോയിങ് എവിടെ നിന്നേനെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾക്ക് ശരിക്കും ഇമ്പ്രൂവ്മെന്റ് വരാനായിട്ട് നമുക്കൊരു കുഞ്ഞ് എഫേർട്ട് എടുത്താൽ മതി. പലരും ആ ചെറിയ എഫേർട്ട് എടുക്കാൻ പോലും മടിക്കുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞ് എഫേർട്ട് എടുത്ത് നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടും. നമ്മൾ ശരിക്കും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തി നിൽക്കാൻ പറ്റുന്ന ഇൻസൈറ്റ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും. ആ ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഞാനിപ്പോൾ നമ്മുടെ വീക്കിലി മീറ്റിലൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മോട്ടിവേഷൻ ശരിക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലേ, സത്യമല്ലേ? ഇപ്പം ഞാൻ പറയുന്നുണ്ടെങ്കിലും മാമിൻ്റെ അകത്തുനിന്ന് അത് വരുന്നതുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ എത്ര പറഞ്ഞിട്ടും നോർമൽ ഒരാളങ്ങനെ വർക്ക് ചെയ്യില്ല. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എൻക്വയറി ഇടുന്ന ഒരുപാട് പ്രായമായിട്ടുള്ളത്, കാരണം നിങ്ങളെപ്പോലുള്ളവരെ കണ്ടിട്ടാണ് അവരൊക്കെ വരുന്നത്. പക്ഷെ അവർ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ കൊണ്ട് പറ്റുമോ ഈ ഒരു പ്രായത്തിൽ? അതും എന്നെ ഞെട്ടിക്കുന്ന കാര്യം, അത് 45-50 വയസ്സുള്ളവരൊക്കെയാണ് അങ്ങനെ ചോദിക്കുന്നത്. അത്തരത്തിലുള്ളവരോട് മാമിന് എന്താണ് കൃത്യമായിട്ട് പറയാനുള്ളത്? ഡ്രോയിങ് ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റുമോ അവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്? എന്താണ് ഞാൻ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ഇത് വർക്ക് ചെയ്യാൻ തന്നെ അറിയില്ലായിരുന്നു, മൊബൈലിൽ വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇത്രയും പ്രായം അതിൻ്റെ ഇടയ്ക്ക് ഈ കമ്പ്യൂട്ടർ ഒന്നും പഠിക്കുന്നില്ലല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒന്നും കമ്പ്യൂട്ടർ ഒന്നും ഇല്ല. പഠിപ്പിക്കുമ്പോഴേ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പോലും അതിന് വേറെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ടീച്ചേഴ്സിന് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മൊബൈല് അത്യാവശ്യത്തിന് എന്തെങ്കിലും ഇപ്പൊ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നല്ലാതെ വേറെ അതിലൊരു പണി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൊച്ചുമക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. പേരക്കിടാങ്ങളുണ്ട്, അവരാണ് ചെയ്തു തരുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പഠിക്കണമെന്നുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ പോലെ സാ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇരിക്കൂലേ, സാ മട്ടിൽ അവര് അതെടുക്കാം, സീരിയസ് ആയിട്ട് എടുക്കാം. ഇപ്പൊ വരയ്ക്കാന്നുള്ളതൊന്നും സീരിയസ് ആയിട്ട് എടുത്താൽ നമുക്ക് അതിനുവേണ്ടി എഫർട്ട് എടുത്ത് സമയം എടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ പിന്നെ ആണെങ്കിൽ വേറെ പലരും പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് ഒരു ചെറിയ കാര്യമായിട്ട് വെച്ചാല് അത് അവിടെ ഇരിക്കുകയുള്ളൂ. അതിനും കൂടെ നല്ല സമയം കണ്ടെത്തുക. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും സമയം എടുത്ത് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിലും ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ പഠിച്ചെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാലേ അവർക്കും പഠിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ശരിക്കും എഫർട്ട് എടുക്കണം, മനസ്സ് വേണം ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ആദ്യമൊന്നും ഈ എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ്, ആദ്യമൊക്കെ ഞാൻ ഭക്തിഗാനങ്ങൾ എഴുതുമായിരുന്നു. അതൊക്കെ CD ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഈ പ്രണയഗാനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഇപ്പൊ എല്ലാരും കളിയാക്കും, പ്രണയഗാനങ്ങൾ എഴുതുന്ന സമയം ഇതാണെന്ന് ചോദിച്ചത്. നമുക്ക് അങ്ങനെ ഒന്നിനും ഒരു സമയമില്ല. എന്ത് പ്രണയം ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാവും. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. ആരോട് വേണമെങ്കിലും പ്രണയം ഉണ്ടാകും. ചിലപ്പോ നേച്ചറിനോടായിരിക്കും, ആൾക്കാരോട് മാത്രമല്ല പ്രണയം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ എഴുതുന്നത് ഈ പ്രകൃതിയാണ്. പ്രകൃതി എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ മഴ കാണാനും അങ്ങനെ. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും നേച്ചർ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് അതിനൊരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. അതൊരു നിസ്സാര മട്ടിലെടുത്താൽ ഒന്നും ആകാൻ പറ്റില്ല. അതാണ് അവരോട് പറയാനുള്ളത്. യെസ്, വളരെ വാല്യബിൾ. ഇനി ഞാൻ ശരിക്കും ഈ ഒരു മൊമെന്റ് ഒക്കെ എല്ലാ സ്റ്റുഡൻസുമായിട്ട് ഞാൻ 1-to-1 ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കും ഈ ഒരു പ്രായത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിലാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം,
ഏത് പ്രായത്തിലാണ് നമ്മളെങ്കിലും, പക്ഷെ നമുക്കൊരു കാര്യത്തിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ ടൈമും എഫേർട്ടും ഇട്ടാൽ മാത്രമേ നമുക്ക് റിസൾട്ട്. കാരണം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി വെക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലൈഫിൽ സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. വേണ്ട, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആർട്ട് നല്ല രീതിയിൽ വരയ്ക്കണമെന്ന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതിനുവേണ്ടി ടൈം മാറ്റി വെച്ച് എഫേർട്ട് എടുത്ത് അത് പഠിക്കാൻ റെഡി ആവണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആ ഒരു മനസ്സുണ്ടെങ്കിൽ, ആ മനസ്സ് മാത്രം മതി ശരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു മനസ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ബാക്കിയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ട് പഠിക്കാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ മനസ്സുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഈ റിവാർഡ് സെഷനിൽ വരുന്ന എല്ലാവരുടെയും ഗോളുകൾ ഞാൻ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇനി മുതൽ നിങ്ങളെ ഞാൻ കുറച്ചും കൂടി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അടുത്തടുത്ത റിവാർഡിലോട്ട് വരേണ്ടതല്ലേ. അപ്പോൾ ഇപ്പോഴെന്തൊക്കെയാണ് മനസ്സിൽ ആർട്ടിൽ എന്തൊക്കെ ഗോളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഐഡിയ ഉള്ളത്, അടുത്തത് ചെയ്യാനായിട്ട് എന്തൊക്കെയുള്ളത്? ചിലപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യുന്നതിലായിരിക്കും, ചിലർക്ക് ഇപ്പോൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു ടീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നത്, ആർട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാർ പറഞ്ഞത് പുള്ളിക്കാരുടെ സ്റ്റുഡൻസിന് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാമിന് ഇപ്പോൾ ചെറിയൊരു ഗോളാണെങ്കിലും ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്തടുത്ത സെഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. പാർട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഗോൾ ഉണ്ടോ? എനിക്ക് ഗോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാൻവാസിൽ ഒരു നല്ല എന്താ പറയണ്ടേ, ഞാനിപ്പോ ലാസ്റ്റ് ഒരു പിക്ചർ വരച്ചല്ലോ, അതുപോലത്തെ ഒരു പിക്ചർ വരയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പെയിന്റിംഗ് ആണോ ഡ്രോയിങ് ആണോ? പെയിന്റിങ്. പെയിന്റിംഗ്. ടോപ്പിക് എന്താ? നേച്ചർ അല്ലേ? അതെ, നേച്ചറില് പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ കടലുണ്ടാവും, കാട്, മരങ്ങള്, മേഘങ്ങളും, അങ്ങനെ ഇഷ്ടംമാതിരി കാര്യങ്ങളുണ്ട്. സന്ധ്യയിലുള്ള ആകാശവും, സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ ആകാശം. ഞാനിത് മിക്കവാറും ബീച്ചുകളിൽ പോയി സന്ധ്യയ്ക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാറുണ്ട് ആ കളറൊക്കെ. അതൊക്കെയാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിനും സമയമില്ല എന്ന് വിചാരിച്ചാൽ ഒന്നിനും ഉണ്ടാവില്ല, ഒന്നിനും സമയം കിട്ടില്ല. സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്തിനാണെങ്കിലും. എന്നാലേ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്കും അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ അവർക്കും മറ്റുള്ളവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ കൂടുതലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കൂടെ ഞാൻ നോക്കാറുണ്ട് പലതരത്തിലും. ഇപ്പൊ ഞാൻ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരു നമ്പർ, അങ്ങനത്തെ എത്ര ക്യാൻവാസ് പെയിന്റിങ് ചെയ്യണം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനോ. ഒരു നമ്പർ പറയുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു 3 എണ്ണമൊക്കെ. 3 എണ്ണം. യെസ്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 large ക്യാൻവാസ് പെയിന്റിങ് നേച്ചർ ടോപ്പിക്സ് ഫ്രം ഓൺ ഫോട്ടോഗ്രാഫ്സ്. നമ്മൾ എടുത്ത സ്വന്തമായിട്ടുള്ള ഫോട്ടോഗ്രാഫിന്റെ അകത്ത് നിന്നും ഒരു 3 large ആയിട്ടുള്ള ക്യാൻവാസ് പെയിന്റിങ് ചെയ്യാന്നുള്ളതായിരിക്കും മാമിന്റെ ഗോള്. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇനിയിപ്പോൾ വീക്കിലി മീറ്റിംഗിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലേ? എന്തായാലും അതിലോട്ട് വർക്ക് ചെയ്തു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിന് തന്നെ ഒത്തിരി സന്തോഷം. താങ്ക്സ്. ഒരുപാട് സന്തോഷം. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി വീണ്ടും പുതിയ സ്റ്റുഡൻസുമായിട്ട്, പുതിയ റിവാർഡ് കിട്ടുന്ന അച്ചീവേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. എൻ്റെ എല്ലാവർക്കും താങ്ക് യു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും. ഹസ്ബൻഡ് അടുത്ത് എൻ്റെ അന്വേഷണം പറഞ്ഞോളൂ. പറയാം. താങ്ക് യു. ബൈ.